ചെന്നൈയിൽ നടന്ന ഒരു സോംബി ആക്രമണം എന്ന തലക്കെട്ടിൽ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്ന ഒരു വീഡിയോ ആണിത്. തിരക്കുള്ള ഒരു റോഡിൽ അർദ്ധനഗ്നനായ ഒരു വിദേശി പൗരൻ ഓടിവന്ന് ഒരു ബൈക്ക് യാത്രികന്റെ കഴുത്തിൽ കടിക്കുവാൻ ശ്രമിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ചെന്നൈയിലെ റോയാപെട്ടയിലാണ് സംഭവം നടന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ബൈക്ക് യാത്രികന്റെ കഴുത്തിൽ വിദേശി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ തടഞ്ഞുകൊണ്ട് റോഡിൽ നിന്നും മാറ്റി നിർത്തുന്നതും കണ്ടുനിന്നവർ ബഹളമുണ്ടാക്കുന്നതും വീഡിയോയിൽ കേൾക്കാം. ഇയാൾ ഏത് രാജ്യക്കാരനാണെന്നോ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നോ തുടങ്ങിയ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ആക്രമണം നടത്തുവാൻ ശ്രമിച്ചയാളെ നിയന്ത്രിക്കാനും മറ്റു ചില വിദേശികളും പോലീസിനെ സഹായിക്കുന്നുണ്ട്. എന്തായാലും സംഭവം യാത്രക്കാരെയും കാൽനടക്കാരെയും ഞെട്ടിച്ചു. എന്നാൽ വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വിദേശിയുടെ പെരുമാറ്റത്തെ സോംബിയോടാണ് താരതമ്യം ചെയ്യുന്നത്. അക്രമിയിൽ സോംബി വൈറസ് ഉണ്ടോ എന്നാണ് കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ചോദിക്കുന്നത്. കൂടാതെ ലണ്ടനിലോ ന്യൂയോർക്കിലോ ഒരു ഇന്ത്യക്കാരനായിരുന്നു ഇതേ രീതിയിൽ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ വിനോദസഞ്ചാരികൾക്കും കുടിയേറ്റത്തിനും വേണ്ടിയുള്ള കർശനമായ നിയമങ്ങളുടെ പേരിൽ മുഴുവൻ കുടിയേറ്റക്കാരെയും അവർ കുറ്റപ്പെടുത്തുമായിരുന്നുവെന്നും ഒരു ഉപയോക്താവ് അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല, ഈ വീഡിയോ ദശലക്ഷക്കണക്കിന് ഷെയറുകളുമായി ട്രെൻഡിംഗ് ആവുകയും ആളുകൾ ഇന്ത്യയെയും ഇന്ത്യക്കാരെയും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നുവെന്നും കമന്റുകളുണ്ട്. അതേസമയം UN ഡ്രഗ്സ് ആൻഡ് ക്രൈം ഓഫീസിന്റെ കണക്കനുസരിച്ച് 2023 ആഗോളതലത്തിൽ തന്നെ 15 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ള ജനസംഖ്യയുടെ 3.5% മുതൽ 5.7% വരെ ആളുകൾ ഒരിക്കലെങ്കിലും നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിൽ തന്നെ കഞ്ചാവിന് അടിമകളായിട്ടുള്ള വ്യക്തികളാണ് ഏറ്റവും കൂടുതലെന്നും ഡാറ്റ കാണിക്കുന്നു.